ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. നമ്മൾ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സാധനം കൊണ്ട് ഒരു സലാഡ് ഉണ്ടാക്കുക കേട്ടോ. അതായത് നല്ല സ്വീറ്റ് ഡിഷാണ്, അടിപൊളി ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് മസ്റ്റ് ട്രൈ ഐറ്റം ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ, എല്ലാവരും ഫീഡ്ബാക്ക് അറിയിക്കണം. അതുമാത്രമല്ല, ഇതൊന്ന് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് തന്നെ കാണണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിലേക്ക് കിടക്കാം കേട്ടോ. ഫസ്റ്റ് തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മക്രോണിയാണ്. മക്രോണി പല ഡിസൈനിലും നമുക്ക് അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു ഡിസൈന് അല്ലെങ്കിൽ സാധാരണത്തേനേക്കാളും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈനിലുള്ള ഒരു മക്രോണി നമ്മൾ സെലക്ട് ചെയ്യാം. ഓക്കെ, ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം ഒഴിക്കുക. മക്രോണി ആയതുകൊണ്ട് തന്നെ പഞ്ചസാര ഇട്ടോ, ഞാനൊരു 3 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു 4-5 ഇടാം, നോ വറീസ്. ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് തിളപ്പിക്കാൻ വെക്കാം കേട്ടോ. അപ്പോൾ അത് തിളക്കട്ടെ. നന്നായി തിളച്ച് വരുന്നുണ്ട്. അതിൻ്റെ ഒരു കളറൊന്ന് മങ്ങിക്കഴിഞ്ഞാൽ അതങ്ങോട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് പാൽപ്പൊടി, കസ്റ്റാർഡ് പൗഡർ, പഞ്ചസാര. പാൽപ്പൊടിക്ക് പകരം പാലെടുക്കാം കേട്ടോ. ഇവിടെ പാൽ ഞാൻ വാങ്ങിക്കാറില്ല, അതുകൊണ്ട് ഇവിടെ പാലില്ല. സോ നമുക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ചേർക്കാം. പാലില്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ വെള്ളം ചേർക്കുന്നു. പാലുണ്ടെങ്കിലും കുറച്ച് വെള്ളം നമ്മൾ ചേർക്കും. അപ്പോൾ അങ്ങനെ. ഓക്കെ, ഇനി അത് കട്ടയില്ലാതെ ഇളക്കി യോജിപ്പിച്ച് വയ്ക്കുക. ഈ നേരം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം? ആവശ്യത്തിനുള്ള ഈന്തപ്പഴവും അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പും വെള്ളത്തിലിട്ട് വെക്കണം. ഞാൻ എളുപ്പത്തിന് എന്ത് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ മിക്സിയിൽ തന്നെ ഇട്ട് വെച്ചിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിനി ആ കസ്റ്റാർഡ് ഇങ്ങനെ ഇളക്കി ഒന്ന് കട്ടായി വരുമ്പോൾ തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് ആ അണ്ടിപ്പരിപ്പും ഈന്തപ്പഴം അരച്ചെടുക്കാം. അതരഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അതിലേക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാം. മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുത്തിട്ട് അതും കൂടെ ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാം. ഇനി നമുക്ക് മക്രോണി നമ്മൾ ഏത് പാത്രത്തിലാണോ ഫ്രിഡ്ജിൽ വെക്കാൻ ഉദ്ദേശിക്കുന്നത് ആ പാത്രം കൊണ്ട് എടുത്തിട്ട് അതിലേക്ക് ഈ മക്രോണിയും ഈ ഈന്തപ്പഴം അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ മിൽക്ക് മെയ്ഡും കൂടി അടിച്ചെടുത്തിട്ടുള്ള ആ ഒരു ജ്യൂസും കൂടിയിട്ട് അതിലൊഴിച്ചിട്ട് നന്നായി യോജിപ്പിക്കാം കേട്ടോ. ശേഷം നമുക്ക് ഈ കസ്റ്റാർഡില്ലേ അതൊന്ന് നന്നായിട്ട് ഇങ്ങനെ അടിച്ചിട്ട് നന്നായി ഇളക്കിയിട്ട് അതിൻ്റെ കട്ടിനെസ് കളയാം. ഇത് നിങ്ങൾക്ക് മിക്സിയിലിട്ട് അടിക്കണമെങ്കിൽ അടിക്കുക, അതല്ലെങ്കിൽ നന്നായിട്ടൊന്ന് ഇങ്ങനെ കയ്യിലുകൊണ്ട് ഇങ്ങനെ ഇളക്കിയിട്ട് ആക്കുകയാണെങ്കിൽ അങ്ങനെ ആക്കിയിട്ട് അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കത് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. ഓക്കെ, ഇത് നന്നായിട്ട് തണുക്കട്ടെ. അപ്പോൾ ഒന്നുകൂടി പറയാണ്, സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും ആരും മറക്കരുത്. കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇത് ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, ഇനി അത് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് അണ്ടിപ്പരിപ്പ്, ബദാം, പിസ്ത, പിന്നെ വാൾനട്ട്, എന്തൊക്കെ നമ്മളെ കയ്യിൽ ഉപ്പിടാത്ത നട്ട്സ് ഉണ്ടോ അതൊക്കെ എടുക്കുക. പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എന്തൊക്കെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് വെച്ചെങ്കിൽ അതും കൂടെ എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് കുങ്കുമപ്പൂവാണ്. കുങ്കുമപ്പൂവ് എന്തായാലും വേണ്ട സാധനമാണ്. ഞാനിവിടെ എനിക്കത് പകുതി ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതിൽ കുറച്ച് കുങ്കുമപ്പൂവ് ആഡ് ചെയ്താലേ അത് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്ന്. അപ്പോൾ തന്നെ പോയി വാങ്ങിപ്പിച്ചിട്ട് ആഡ് ചെയ്തതാണ്. ഇനി നമുക്ക് വേണ്ടത് ആ ഡ്രൈ ഫ്രൂട്ട്സും അതുപോലെ തന്നെ നട്ട്സും നന്നായിട്ടിങ്ങനെ നീളത്തിലും ഒക്കെ അരിഞ്ഞിട്ട് അതിലിട്ട് കൊടുക്കുക കേട്ടോ. ഇനി നന്നായി ഇളക്കിയിട്ട് വീണ്ടും ഫ്രിഡ്ജിൽ കയറ്റി വെക്കാം. ഓക്കെ, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് എടുത്ത് നോക്കുമ്പോൾ ഈ കുങ്കുമപ്പൂവിൻ്റെ ഫ്ലേവറൊക്കെ അതിൽ വന്ന് അതിൻ്റെ കളറൊക്കെ നന്നായിട്ട് അതിൽ പിടിച്ചിട്ട് നല്ലൊരു മണവും
നല്ലൊരു തിക്നെസ്സിലും ഒക്കെ ആയിട്ട് അതായിട്ടുണ്ടാവും. ഈ സമയത്ത് നമുക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ടൈമാണ്. അത് ഞാൻ പ്രത്യേകം പറയുന്നു. കുങ്കുമപ്പൂവ്, നട്ട്സ്, അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വേണ്ട സാധനങ്ങളാണ് കേട്ടോ. ഇതിൽ നട്ട്സ് എന്തെങ്കിലും നട്ട്സ് ഉണ്ടായാലും മതി. പക്ഷെ തീരെ നട്ട്സ് ഇല്ലെങ്കിൽ ഉണ്ടാക്കാൻ നിൽക്കരുത്. അപ്പോൾ ഇതിന് ടേസ്റ്റ് ഉണ്ടാവില്ല. ഒന്നുപോലെ ബദാമോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പോ അല്ലെങ്കിൽ പിസ്ത ഏതെങ്കിലും ഒന്നെങ്കിലും നട്ട്സ് വേണം. അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സും ഏതെങ്കിലും ഒന്നെങ്കിലും വേണം. ഇനി നമുക്ക് കുങ്കുമപ്പൂവും വേണം. കുങ്കുമപ്പൂ ഉണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലേവർ ശരിക്കും കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഇനി ഇല്ലാതെ ഉണ്ടാക്കി നോക്ക്, എന്നിട്ട് എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ, ഇത് നല്ല ടേസ്റ്റാണ്. ഞാനൊരു മുന്തിരി അതിൻ്റെ മേലെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തതാണ്. നല്ല ടേസ്റ്റ് ഉണ്ട്, ഒന്നും പറയാനില്ല. അടിപൊളി ഐറ്റമാണ്. ഞാൻ ഈ പരീക്ഷണത്തിൽ വിജയിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നിങ്ങളുടെ ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അത്രയുള്ളൂ. ബൈ ബൈ.